സംസ്ഥാനത്തെ കനത്ത ചൂട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതേപറ്റി പറയാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. വിനോദസഞ്ചാര മേഖലയെ ഇത് സാരമായി ബാധിക്കുന്നുണ്ട്. കൊല്ലം ജില്ലയിലെ പ്രധാന ടൂറിസം മേഖലയായ സാമ്പ്രാണിക്കൊടിയിൽ വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് കുറഞ്ഞു. അഷ്ടമുടിക്കാലിലെ ഒത്ത നടുക്ക് ദ്വീപിനുള്ളിൽ ഇറങ്ങി വെള്ളത്തിൽ ഉല്ലസിക്കാൻ പറ്റുന്ന പ്രദേശമാണ് സാമ്പ്രാണിക്കൊടി. ഏറ്റവും അധികം വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു പ്രദേശം കൂടിയാണ്. അവധിക്കാലമാകുമ്പോഴേക്കും ഒട്ടേറെ ആൾക്കാർ ഇവിടേക്ക് കൂടുതലായി എത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കടുത്ത വേനലിൽ അല്ലെങ്കിൽ കടുത്ത ചൂടിൽ സഞ്ചാരികളുടെ ഇവിടേക്കുള്ള ഒഴുക്ക് വളരെയധികം കുറഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. എവിടെ നിന്ന് വരുന്നേ? അങ്കമാലി. എങ്ങോട്ട് യാത്ര എങ്ങനെയുണ്ട്? വെയിലൊക്കെ ഉണ്ട്, പക്ഷെ ഈ ഒരു ആംബിയൻസ് കൊണ്ട് അടിപൊളിയാണ്. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. വെയിലെങ്ങനെയുണ്ട്? വെയിൽ കുഴപ്പമില്ല, പക്ഷെ ചൂടില്ല. അതെ അതെ, അവിടത്തേനേക്കാളും ചൂട് കുറവാണ്. വെക്കേഷൻ ആയി വരുന്നതല്ലേ ഉള്ളു. ഞായറാഴ്ചയൊക്കെ നല്ല തിരക്കാ. ഏഴ് ദിവസങ്ങളിൽ അത്ര ആളില്ല. എന്നാലും ഈ ചൂടെങ്ങനെയുണ്ട്? ചൂട് കാലാവസ്ഥ അനുസരിച്ച് ആളുകൾ കുറയുന്നത് കാരണം ചൂട് അതുകൊണ്ടാണ്. അല്ലേ പിന്നെ ഓട്ടം കുറവാണോ? അങ്ങനെ ഇപ്പോൾ പൊതുവേ ഓട്ടം കുറവാണ് വെയിലായത് കൊണ്ട്. ഞായറാഴ്ച ഇതിനായി അവധിയുള്ള ദിവസങ്ങളിലൊക്കെ ആൾ കാണും. സാമ്പ്രാണിക്കൊടി പ്രദേശവാസികളായ ജനങ്ങളുടെ ഉപജീവന മാർഗ്ഗം കൂടിയാണ്. എന്ത് ചേച്ചി? കപ്പ, നല്ല യമണ്ടൻ കപ്പ, സൂപ്പർ കല്ലുമേക്ക, സലാഡുണ്ട്. ചൂട് കുടയും പിടിച്ചിങ്ങനെ ഇരിക്കുന്നത് ചൂടായിട്ടാണോ? ചൂടായുണ്ട്. ചൂട് ഇച്ചിരി കൂടുതലാണ്. കച്ചവടമുണ്ട്, നല്ല കച്ചവടമുണ്ട്. ഇത് ഓൾറെഡി വീഡിയോ ഇല്ല ഉള്ളതാണ്. ഇത് ചേച്ചി പച്ചമാങ്ങയോ? ഇങ്ങനെയുണ്ട് ഈ ചൂട് എങ്ങനെയാ? ഭയങ്കര ചൂട്. വെള്ളം കുടിച്ച് നിൽക്കുന്നു. കുടയുണ്ടല്ലേ? കുടയുണ്ട്. ആൾക്കാരുടെ എണ്ണം കുറവുണ്ട്. വരുന്ന ആൾക്കാരുടെ സഞ്ചാരികൾ കുറവുണ്ട്. ഇപ്പോൾ കുറവാണ്. ചൂട് കാരണമാണോ? ചൂട് കാരണമായിരിക്കും. ഇവിടെ വരുമ്പോൾ കാണാൻ ഭംഗിയുള്ള കാഴ്ചകളുണ്ട്. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള മരങ്ങളിൽ കയറിയിരുന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. ഹരിപ്പാട്ട് വരാല്ലേ? ഇങ്ങനെയുണ്ട്? അടിപൊളി. നല്ല ചൂടാണ്. അതാണ്. പക്ഷേ ഇപ്പം ചൂടത്ത് ഇവിടെ കുഴപ്പമില്ല. മുഖത്ത് അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നടുക്ക് കിടപ്പുണ്ടല്ലേ? ചൂട് ഇവിടെ വന്നപ്പോൾ ഇച്ചിരി തണുപ്പായി. ഹരിപ്പാട്ടോ? ഭയങ്കര ചൂട്. വല്ലാത്ത അവസ്ഥയാണോ? അതെ. തൊട്ടപ്പുറത്ത് കാവൊക്കെ ഉണ്ടല്ലോ, എന്നിട്ടും വലിയ ചൂടാണോ? അതെ. ആദ്യമായിട്ടാണോ വരുന്നത്? അതെ, ഞാൻ ആദ്യമായിട്ടാണ്. യാത്ര എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അടിപൊളി. ചൂടിന്റെ പ്രശ്നമല്ലേ? ചൂടിന്റെ പ്രശ്നമേ ഉള്ളൂ. ഇവിടെ വന്നപ്പോൾ ഇച്ചിരി ആശ്വാസമുണ്ട്. 34 ഡിഗ്രി സെൽഷ്യസ് ആണ് സാമ്പ്രാണിക്കൊടിയിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന ചൂട്. എന്നാൽ ആ ചൂടിന്റെ കാഠിന്യം നമുക്ക് മനസ്സിലാകില്ല. കാര്യം വെള്ളത്തിന് തണുപ്പുണ്ട്, ഒപ്പം തന്നെ ചെറിയ കാറ്റും അടിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷങ്ങളിൽ ഇതേ സമയത്ത് നല്ല അന്തരീക്ഷമായിരുന്നു. ഇത്രയും ചൂടിന്റെ കാഠിന്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സഞ്ചാരികളുടെ കുറവ് സാമ്പ്രാണിക്കൊടിയിൽ രേഖപ്പെടുത്തുന്നത്. ക്യാമറമാൻ ഷാനാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കൊക്കെ ഈ ചൂട് കാലത്ത് പോകുന്നത് മനുഷ്യർ ഒന്ന് കുറച്ചിട്ടുണ്ട്. വിനോദസഞ്ചാരം എന്തിന്? ഒരു ചായ കുടിക്കാൻ പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ വേണ്ട, കുറച്ച് വെയിലൊക്കെ ഒന്ന് താരട്ടെ എന്ന് വിചാരിക്കും അല്ലേ? അതാണ് ഇപ്പം മനുഷ്യർ പലരും ചിന്തിക്കുന്നത്. കടുത്ത വെയിലിൽ പുറത്തിറങ്ങി നടക്കുന്നത് ദോഷം ചെയ്യുന്ന കാര്യം കൂടിയാണ്. അതുകൊണ്ടാണ് പലരും അങ്ങനെ ചിന്തിച്ചു പോകുന്നത്.